അതാണല്ലോ ദേശസുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തതുകൊണ്ടാണല്ലോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ അതീവ രഹസ്യ സ്വഭാവമുള്ള സന്ദർശന വിവരം ഈ ഉന്നത പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നാട് നീളെയുള്ള മാധ്യമങ്ങൾക്ക് മുഴുവനും ചോർന്ന് കിട്ടിയിട്ട് ഇവിടെ ഒരു ചെറുവിരലിന് കിട്ടിയിട്ടില്ലല്ലോ ഒരു ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ. ഒരു മാസമാകുന്നു പ്രധാനമന്ത്രിയുടെ. അതിനു മുമ്പ് ഇവിടുത്തെ പ്രസിഡന്റിന്റെ കഴിഞ്ഞ മുമ്പത്തെ വർഷം പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മോട്ടോർക്കേഡിലേക്ക് തിരുവനന്തപുരത്തെ മേയറുടെ കാറാണ് ഇടിച്ചു കയറിയത്, അതിലേക്ക് പോയത്. എന്തൊരു ഗുരുതരമായ അവസ്ഥാവിശേഷമാണ്. അതായത് ഇവിടുത്തെ VVIPയുടെ രാജ്യം ഭരിക്കുന്നവരുടെ വാഹന വ്യൂഹത്തിലേക്ക് ഏത് വാഹനം വേണമെങ്കിൽ റോഡ് സൈഡിൽ നിന്ന് കയറി പോകാം എന്ന സിറ്റുവേഷൻ എത്ര ഗുരുതരമാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു ഭീകരമാണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. പ്രധാനമന്ത്രിയുടെ അതീവ രഹസ്യ അങ്ങേറ്റം എക്സ്ട്രീംലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മിനിറ്റ് സന്ദർശന വിവരങ്ങൾ പ്രോട്ടോക്കോളും മുഴുവൻ ഇവിടെ തലേ ദിവസം മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവരാണോ ഇവിടെ ദേശസുരക്ഷയെ സംരക്ഷിക്കാൻ? ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്താൽ സംസ്ഥാന സർക്കാർ പ്രതിക്കൂട്ടിലാകും. അതുകൊണ്ട് നടപടിയില്ല. ഇവിടെയെല്ലാം ഇരട്ട നീതിയാണല്ലോ വരുന്നത്. അതുപോലെ മാത്രമല്ല റെജി ലൂക്കോസ് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ റെജി പറയുന്ന മറ്റ് ചില ന്യായങ്ങൾ കൂടി താങ്കൾ കേട്ടുവല്ലോ അല്ലേ? അതിനും കൂടെ മറുപടി പറഞ്ഞോളൂ. വളരെ വിചിത്രമായ ന്യായങ്ങളാണ് റെജി ഉന്നയിക്കുന്നത്. അതുപോലെ ഇനിയും ഈ പ്രതിയെ കൊണ്ടുവന്ന ഇത്ര ഗുരുതരമായ ഒരു കേസിലെ പ്രധാന പ്രതിയെ ഇങ്ങനെയാണോ കൊണ്ടുവരേണ്ടത്? നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ NIA ഒക്കെ എങ്ങനെയാണ് പ്രതികളെ കൊണ്ടുപോകുന്നതെന്നുള്ളത്. ആ പ്രതിയെ അവിടെ നിന്ന് വിമാനത്തിൽ കൊണ്ടുവരണം, ബൈ റോഡ്, ഏതാണ്ട് 1000 കിലോമീറ്ററോളം ബൈ റോഡ്. അതും പോലീസിന്റെ വാഹനമല്ല, ഏതോ ഒരു പ്രൈവറ്റ് വാഹനത്തിൽ. ആലോചിച്ച് നോക്ക് മഞ്ജുഷേ, എന്തൊരു നിരുത്തരവാദിത്വപരമാണിത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ തിരുവനന്തപുരത്ത് വന്ന ഒരു വീട്ടിൽ ഇടിച്ചു കയറി അവിടുന്ന് മോഷണം നടത്തിയ ബണ്ടി ചോറിനെ പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് കൊണ്ടുവന്നത്? വിമാനത്തിലാണ് കൊണ്ടുവന്നത്. വിമാനത്തിൽ വിലങ്ങണിയിച്ച് വിമാനത്തിലാണ് ബണ്ടി ചോറിനെ കേരളത്തിൽ കൊണ്ടുവന്നത്. അന്ന് അയാളെ അവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. എന്തൊരു വലിയ സുരക്ഷയിലാണ് കൊണ്ടുവന്നത്. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഈ ഒരു ട്രെയിൻ കത്തിച്ച കേസിലെ പ്രതി, ഒരു തീവ്രവാദി, അയാളെ ഇത്രയും ദൂരം ബൈ റോഡ് കൊണ്ടുവന്നിരിക്കുന്നു തീരദേശത്തുകൂടി. ഇവരാണോ പറയുന്നത് ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം എന്ന് പറയുന്നത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ ചുമതലയുള്ള ആളാണ് IG P വിജയൻ. അത് സമ്മതിക്കുന്നു. പക്ഷേ അതിനും മുകളിൽ റാങ്കുള്ള ആളാണ് MR അജിത് കുമാർ ADGP. അപ്പോൾ സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചുവല്ലോ, അതിന്റെ തലവൻ എന്ന് പറയുന്നത് MR അജിത് കുമാർ ആണ്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ തലവനായ ഇദ്ദേഹത്തിന് P വിജയന് ഈ കേസ് അന്വേഷണത്തിൽ ഉത്തരവാദിത്വം ഇല്ലായിരുന്നുവെന്ന്, അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഉത്തരവാദിത്വം ഇല്ലായിരുന്നുവെന്ന്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഈ വരുന്ന യാത്രാ സംഘത്തെ ബന്ധപ്പെടുന്നത് അത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ്. മാത്രമല്ല അത് വിവരം ചോർത്തുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ചോർത്തി കൊടുത്തിട്ടുണ്ടെന്നാണല്ലോ MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിലുള്ളത്. അത് ഈ ഓർഡറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആർക്കാണ് ചോർത്തി കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ. ഇതാണ് വാദം. അപ്പോൾ സർക്കാരിന്റെ കയ്യിൽ അതിനുള്ള തെളിവുണ്ട്. മഞ്ജുഷേ ഇത് എത്രമാത്രം ബാലിശമെന്നുള്ള എന്തൊരു ഞൊണ്ടി ന്യായമാണ് ഇവർ ഈ പറയുന്നത്. ഭീകര പ്രവർത്തനം അന്വേഷിക്കാനും നടപടികൾ സ്വീകരിക്കാനും ചുമതലപ്പെട്ട ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു ഭീകരവാദിയെ, കേരളത്തിൽ നടന്നൊരു ഭീകര പ്രവർത്തനത്തിലെ പ്രധാന പ്രതിയെ കൊണ്ടുവരുന്ന സംഘത്തിനോട് അപ്ഡേറ്റ് ചോദിച്ചു. ഇതാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം. ഒരു സാധാ പോലീസുകാരനല്ല വിളിച്ചു ചോദിച്ചത്, അതിന്റെ കാര്യങ്ങൾ ചോദിച്ചത്. ഇത് ഇങ്ങനെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യാൻ ചുമതലയുള്ള വ്യക്തി തന്നെയാണ് ചോദിച്ചത്. ഇത് കേവലം ഒരു ഇതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയ ന്യായമല്ല ഇത്. ഇതൊരു കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാവില്ലേ? ശരി, ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ ഈ പി വിജയൻ IPS സസ്പെൻഡ് ചെയ്യുവാൻ മുട്ടി നിൽക്കുകയാണെങ്കിൽ